നിങ്ങളെ അമിത ശരീരഭാരമുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അമിത ശരീരഭാരം ഉണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. ഇനി അങ്ങനെ ഫാമിലി ആർക്കെങ്കിലും അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. കാര്യം ഈ വീഡിയോ ചിലപ്പോൾ അവരുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങളുടെ ശരീരഭാരം കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കഴിച്ചിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ശരീരഭാരം കൂടുന്നുണ്ടെങ്കിൽ അത് അവർ കഴിച്ചിട്ടല്ല, അവർ കഴിക്കാത്തത് കൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും അല്ലേ? കഴിക്കാതെ ശരീരഭാരം കൂടും, തീർച്ചയായും കൂടും. നിങ്ങൾ കണ്ടുള്ള ശരീരഭാരമുള്ള ഒരാൾ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെയൊക്കെ നിങ്ങൾ കാണുന്നത്. ഞാൻ ഡെയിലി ധാരാളം പേരുമായി ഡീൽ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് എന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. അവരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ശരീരഭാരം കൂടുവാനുള്ള കാര്യം അവർ ഫുഡ് കുറച്ച് കഴിക്കുന്നതാണ്. അവർക്ക് വേണ്ട മിനിമം ലെവൽ ഓഫ് ഫുഡ് പോലും അവർ കഴിക്കാതെ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് മസിലുകൾ ലോസ് ആവുന്നതാണ്. അവർക്ക് ആരോഗ്യം ക്ഷയിക്കുകയാണ്. അവരുടെ ശരീരത്തിലെ മസിലുകൾ ലോസ് ആകുമ്പോൾ എന്ത് പറ്റും? പകരം ഫാറ്റ് ഡെപ്പോസിറ്റും കൂടും. അവരുടെ മെറ്റബോളിസം ഡൗൺ ആകുമ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റും കൂടും. അപ്പോൾ അവർ പിന്നെയും പിന്നെയും കഴിക്കാതിരിക്കും. അപ്പോൾ പിന്നെയും പിന്നെയും മസിൽ പോകും, പിന്നെയും പിന്നെയും ഫാറ്റ് ഡെപ്പോസിറ്റും നടക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. വളരെ കഷ്ടമാണത്. കാര്യം അറിയാൻ പാടില്ലാതെ നമ്മൾ പിന്നെയും 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 തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ മുറിവിൽ മരുന്നിടുന്നു എന്നുള്ള വ്യാജേന ആ മുറിവ് പിന്നെയും പിന്നെയും കുത്തി മുറിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അറിവില്ലായ്മ നിങ്ങൾ ഇനിയും കാണിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അല്ല നിങ്ങൾ ഡയറ്റ് എടുക്കാൻ. നമ്മൾ കുറച്ച് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നേ. അതിനെ BMR എന്ന് പറയും, ബേസൽ മെറ്റബോളിക് റേഷ്യോ എന്ന് പറയും. ഈ BMR-നും താഴെ നമുക്ക് ഫുഡ് എടുക്കാൻ പാടില്ല. BMR എന്താണ്? നമ്മുടെ തെർമോ റെഗുലേഷനും സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടും റെസ്പിറേറ്ററി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഒരു ബേസിക് ലെവൽ എനർജിയാണ് BMR എന്ന് പറയുന്നത്. അതിനും താഴെ നിങ്ങൾ ഫുഡ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം ക്ഷയിക്കും, നിങ്ങളുടെ മസിൽസ് നഷ്ടപ്പെടും. മസിൽസ് നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ തുടങ്ങും. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ സ്ത്രീകളൊക്കെ പ്രായവും 40-45 വയസ്സ് കഴിയുമ്പോൾ അവരെ മസിൽസ് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ഇവരെ പേടിച്ചിട്ട് ഫുഡും കൂടെ കഴിക്കാതിരിക്കുമ്പോൾ അവർ ഷേപ്പ്ലെസ് ആവും. നിങ്ങൾ നോക്ക് ഒരു 40-45 വയസ്സുള്ള സ്ത്രീകൾ ഒന്നും കഴിക്കുന്നില്ലായിരിക്കും, പക്ഷേ അവരെല്ലാം വണ്ണം വെച്ചിരിക്കും. അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് അവരൊക്കെ നല്ല മെലിഞ്ഞ പെൺപിള്ളേരായിരിക്കും. സോ ഇതിന് കാരണം അവർ കഴിക്കാത്തതാണ്. അപ്പോൾ കൃത്യമായിട്ട് കറക്റ്റ് നിങ്ങളെ കാലറി ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ വീട്ടിലൊരു TV ചീത്തയായപ്പോൾ നിങ്ങൾ യൂട്യൂബ് നോക്കി TV ശരിയാക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു ബൈക്ക് ചീത്തയാൽ നിങ്ങൾ യൂട്യൂബ് നോക്കി ബൈക്ക് ശരിയാക്കും. ഈവൻ നിങ്ങളുടെ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയാൽ നിങ്ങൾ യൂട്യൂബ് നോക്കി ചെരുപ്പ് ശരിയാക്കും. നിങ്ങൾ ചെരുപ്പ് കുത്തിയെ കൊണ്ട് കൊടുക്കില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വണ്ണം കൂടുമ്പോൾ നിങ്ങൾ ഈ സ്വന്തമായിട്ട് ഡയറ്റ് എടുത്ത് പിന്നെയും കുഴി ചാടുന്നത്? ഇപ്പൊ നിങ്ങളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊടുക്കും. അവര് നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം. ഒരു നല്ല ന്യൂട്രീഷൻസിനെ കണ്ട് കൊടുക്ക്, ഒരു നല്ല ഡയറ്റീഷ്യനെ കണ്ട് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പോലെ എന്നോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കസ്റ്റമൈസ് ഉള്ള ഡയറ്റ് പ്ലാൻ ചെയ്തു തരാം. നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യും. അതിന്റെ കൂടെ എക്സസൈസ് കൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഷേപ്പിലേക്ക് വരാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് എടുക്കുക. എവിടെയെങ്കിലും ഒരു നല്ല ഡയറ്റ് പ്ലാൻ മേടിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ എന്നെ വിളിക്കുക. എന്തായാലും അതിനൊരു പേയ്മെന്റ് ഉണ്ടാവും. ഒരിക്കലും ഫ്രീ സർവീസ് അല്ല. എങ്കിൽ എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയൊരു പേയ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത്തരമുള്ള ഇൻഫർമേഷൻ ആയിട്ട് എന്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഈ പേജ് ഉപകാരപ്പെടും. നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഈ പേജ്